കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഗിന്നസ് റെക്കോർഡിനെ സംഘടിപ്പിച്ച നൃത്ത പരിപാടിയുടെ സംഘാടകർക്കെതിരെ സാമ്പത്തിക ചൂഷണത്തിന് കേസെടുത്ത് പോലീസ്. അതേസമയം ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യനിലയിൽ ശുഭകരമായ പുരോഗതിയുണ്ടെന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട്. രക്ഷിതാക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. സംഘാടകരുടെ പണപ്പിരിവ് സംബന്ധിച്ചാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ പരാതി നൽകിയ രക്ഷിതാക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. കുട്ടികളുടെ പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ ഇന്നലെ തന്നെ കേസെടുത്തിരുന്നു. പരിപാടിയിൽ രജിസ്ട്രേഷനായി വൻ പിരിവ് നടന്നതായി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. മൃദംഗ വിഷൻ ഡയറക്ടർ ഉൾപ്പെടെ 4 പേർക്കെതിരെ പാലാരിവട്ടം പോലീസ് വിശ്വാസവഞ്ചനയ്ക്ക് കേസെടുത്തിരുന്നു. കലൂർ സ്വദേശിനിയായ ബിജി എന്ന വീട്ടമ്മയുടെ പരാതിയിലാണ് കേസെടുത്തത്. മൃദംഗ വിഷൻ ഡയറക്ടർ നിഗോഷ്, ഭാര്യ സിഇഒ ഷമീർ, നടി ദിവ്യ ഉണ്ണിയുടെ സുഹൃത്ത് പൂർണിമ എന്നിവർക്കെതിരെയായിരുന്നു കേസ്. അതേസമയം സാമ്പത്തിക ചൂഷണത്തിൽ നൃത്താധ്യാപകരെയും പ്രതി ചേർക്കുമെന്നും അറിയുന്നു. നൃത്താധ്യാപകർ വഴിയായിരുന്നു പണപ്പിരിവ് നടത്തിയിരുന്നത്. ഇടനിലക്കാർ എന്ന നിലയിലാണ് നൃത്താധ്യാപകർക്കെതിരെ നടപടിയെടുക്കുക. കൂടുതൽ പരാതികൾ കിട്ടിയാൽ അതിനനുസരിച്ച് കേസെടുത്തേക്കാമെന്നാണ് വിവരം. സാമ്പത്തിക ചൂഷണത്തിലും ഡാൻസ് ടീച്ചർമാർക്കെതിരെ കേസെടുക്കും. സംഭവത്തിൽ നടി ദിവ്യ ഉണ്ണിയുടെ മൊഴി ഉടൻ തന്നെ രേഖപ്പെടുത്തും. നടൻ സിജോയ് വർഗീസിന്റെയും നൃത്ത പരിപാടികൾ സഹകരിച്ച സിനിമ സീരിയൽ താരങ്ങളുടെയും ഗായകരുടെയും മൊഴിയെടുക്കുമെന്നും പോലീസ് അറിയിച്ചിരുന്നു. സ്റ്റേഡിയത്തിൽ പ്രവേശനം നൽകുന്നതിന് ടിക്കറ്റ് വെച്ച് പണപ്പിരിവ് നടത്തിയ സംഭവത്തിൽ ബുക്ക് മൈ ഷോ അധികൃതരിൽ നിന്നും പോലീസ് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. 2 നിരക്കിലുള്ള ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ടിക്കറ്റിനായി കൂടുതൽ പണം വാങ്ങിയതായാണ് നൃത്തക്കാരുടെ രക്ഷിതാക്കൾ പറയുന്നത്. ഇതിനെ തുടർന്നാണ് പോലീസ് ബുക്ക് മൈ ഷോയിൽ നിന്നും വിവരങ്ങൾ തേടുന്നത്. മൃദംഗനാദത്തിൽ കുട്ടികളെ കൊണ്ടുവരാൻ ഡാൻസ് ടീച്ചർമാർക്ക് വാഗ്ദാനം നൽകിയതായും വ്യക്തമായി. 100 കുട്ടികളെ കൊണ്ടുവരുന്ന ഡാൻസ് ടീച്ചർമാർക്ക് സ്വർണ്ണ നാണയം സമ്മാനം നൽകുമെന്നായിരുന്നു സംഘാടകരുടെ വാഗ്ദാനം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഡാൻസ് ടീച്ചർമാരാണ് കുട്ടികളെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതിനായി രജിസ്റ്റർ ചെയ്തത്. ഇതിനായി ഓരോ കുട്ടികളിൽ നിന്നും 7000 മുതൽ 8000 രൂപ വരെ വാങ്ങുകയും വാട്സപ്പ് ഗ്രൂപ്പിൽ പണം നൽകിയവരുടെയും നൽകാത്ത കുട്ടികളുടെയും പേരുവിവരങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. ബാക്കി പണം നിർബന്ധമായി നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ച ശബ്ദ സന്ദേശങ്ങളും പുറത്തു വന്നു. 1600 രൂപയാണ് 2ാം ഗഡുവായി കുട്ടികളിൽ നിന്ന് ഈടാക്കിയിരുന്നത്. ഇത് നവംബർ 2ാം തീയതിക്കുള്ളിൽ നിർബന്ധമായി അടയ്ക്കണമെന്നും ഈ പണം തന്നാൽ മാത്രമേ പരിപാടിക്കുള്ള കോസ്റ്റ്യൂം ലഭിക്കുകയുള്ളൂവെന്നും ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. പരിപാടിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായും അല്ലാതെയും സംഘാടകർ വിശ്വാസവഞ്ചന നടത്തിയെന്നാണ് പരാതി. പരിപാടിക്കായി 2000 രൂപയും പിന്നീട് വസ്ത്രത്തിനായി 1600 രൂപയും വാങ്ങി. കൂടാതെ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യം വെച്ച് നടത്തിയ പരിപാടിയിൽ സംഘാടകർ റെക്കോർഡ് വേദിയിൽ ഏറ്റുവാങ്ങിയെങ്കിലും നൃത്തത്തിൽ പങ്കെടുത്തവർക്ക് ഗിന്നസ് റെക്കോർഡുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാരിതോഷികങ്ങളോ ഒന്നും നൽകിയില്ലെന്നും പരാതിയിൽ വ്യക്തമാകുന്നു. 100 കുട്ടികളെ രജിസ്റ്റർ ചെയ്യുന്ന ഡാൻസ് ടീച്ചർമാരെ ഒറിജിനൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റിനൊപ്പം ടൈറ്റിൽ അവാർഡും ഗോൾഡ് കോയിനും നൽകി ആദരിക്കുമെന്നായിരുന്നു മൃദംഗനാദം ടീമിന്റെ അറിയിപ്പ്. 50 പേരെയും 25 പേരെയും ചേർക്കുന്നവരെയും സമാന രീതിയിൽ ഈ ഒരു പാരിതോഷികമൊക്കെ നൽകുമെന്ന വാഗ്ദാനം ഉണ്ടായിരുന്നു. കുട്ടികളിൽ നിന്ന് പിരിച്ച രൂപ കൂടാതെ ദിവ്യ ഉണ്ണിയുടെ പേരിലും പണപ്പിരിവ് നടത്തിയെന്നാണ് ആരോപണം. പരസ്യത്തിനായി വൻതുക സംഘാടകർ പിരിച്ചുവെന്നും നൃത്ത അധ്യാപകർ പറഞ്ഞിരുന്നു. അതേസമയം അനുമതിയില്ലാതെ സ്റ്റേജ് കെട്ടിയതിന് സംഘാടകർക്ക് കോർപ്പറേഷന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഷോയുടെ ടിക്കറ്റ് വിൽപ്പന സംബന്ധിച്ചും വിശദാംശങ്ങൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടും കോർപ്പറേഷൻ സംഘാടകർക്ക് നോട്ടീസ് അയച്ചിരുന്നു. അതേസമയം മൃദംഗ മിഷന്റെ മെഗാ നൃത്ത പരിപാടിയിൽ ഉയർന്ന വിവാദങ്ങളിൽ വിശദീകരണവുമായി കല്യാൺ സിൽക്സും രംഗത്തെത്തി. സംഘാടകരുമായി ഉണ്ടാക്കിയത് വാണിജ്യ ഇടപാട് മാത്രമാണെന്നും വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുതെന്നും കല്യാൺ സിൽക്സ് ആവശ്യപ്പെട്ടു. കല്യാണിന്റെ പേര് ചൂഷണത്തിന് ഉപയോഗിച്ചതിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച കല്യാൺ സിൽക്സ് സംഭവം നടന്ന് 2 ദിവസം പിന്നിടുമ്പോഴാണ് വാർത്താക്കുറിപ്പ് ഇറക്കി പ്രതികരണം അറിയിച്ചത്. മൃദംഗനാദം സംഘാടകർ 12500 സാരിക്കാണ് ഓർഡർ നൽകിയതെന്നും പരിപാടിക്ക് വേണ്ടി മാത്രം കല്യാൺ സിൽക്സ് സാരി നിർമ്മിച്ച് നൽകുകയായിരുന്നുവെന്നും കല്യാൺ സിൽക്സ് പറയുന്നു. ഇതിനായി ഈടാക്കിയത് 390 രൂപയാണ്. എന്നാൽ പിന്നീടാണ് ഈ സാരിക്ക് സംഘാടകർ 1600 രൂപ ഈടാക്കിയെന്ന് അറിയുന്നതെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം നൃത്ത പരിപാടിക്കിടെ സ്റ്റേജിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന ശുഭകരമായ വിവരവും കൂടി പുറത്തുവരുന്നുണ്ട്. പുതുവർഷത്തിൽ ഉമാ തോമസിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് തികച്ചും ശുഭകരമായ വാർത്തകളാണ് ഇന്ന് രാവിലെ മുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നേർത്ത ശബ്ദത്തോടെ മക്കളോട് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുവെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി. അതേസമയം വെന്റിലേറ്റർ സഹായം തുടരാനാണ് തീരുമാനമെന്നും ഡോക്ടർമാർ അറിയിച്ചു. ആരോഗ്യനിലയിൽ പുരോഗതി എന്ന MLAയുടെ പേജിലെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രതീക്ഷയും ആശ്വാസവും നൽകുന്നതായിരുന്നു. MLAയുടെ അഡ്മിൻ ടീം അംഗങ്ങളാണ് പോസ്റ്റ് ഇട്ടത്. ശരീരം മുഴുവൻ ചലിപ്പിച്ചുവെന്നും പ്രാർത്ഥനകൾ തുടരണമെന്നുമായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. ഉമാ തോമസിന്റെ തലയിലെ മുറിവ് ഭേദപ്പെട്ട് വരുന്നുണ്ടെന്നും ആളുകളെ തിരിച്ചറിയുന്നുണ്ടെന്നും ഡോക്ടർമാരുടെ സംഘം പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.